ജീവ, നീ RTI വിളിച്ചൊന്ന് സംസാരിക്കേ. നന്നായി ശ്രദ്ധിച്ചു കേട്ടോ. മെൻസ് കോളേജിന്റെ മുമ്പിലെത്തുമ്പോൾ ആക്സിലേറ്ററിൽ കാൽ കൊടുക്കാൻ പാടില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ജീവ ഡ്രൈവിംഗ് സ്കൂളിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല. എല്ലാവരും നന്നായി കേട്ടല്ലോ. ആന്റി, പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. അത് പിന്നെ നീയല്ലേ പഠിപ്പിച്ചത്? അതെ. അപ്പോ നീ തന്നെ ആദ്യമായി ഓടിക്കണം. അതിന് അങ്കിള് നന്നായിട്ട് ഓടിക്കുമല്ലോ. അയ്യോ, അവര് ഓടിച്ചാ ന്യൂട്രലാക്കിട്ട് വണ്ടി അങ്ങ് തള്ളി വിട്ടാ പോരെ? ആര് തള്ളും? അങ്കിള് തന്നെ. അവരകത്തിരിക്കുമല്ലേ? അപ്പൊ പിന്നെ ആരാ തള്ളും? ഞാൻ തള്ളാം. വണ്ടി കീയന്നേ, ഞാൻ തന്നെ തള്ളാം. മാസ്റ്റർ 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 നന്നായിട്ട് ഓടിച്ച ബമ്പർ പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞു. അതെനിക്കല്ലേ? സംശയം ഒന്നും വേണ്ട, നിനക്ക് തന്നെ. അതും കൊണ്ടുപോടാ, വേഗം കൊണ്ടുപോവാ. എന്താ പിടിച്ചോ നിങ്ങളുടെ പ്രൈസ്. ബമ്പർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട്? ബമ്പർ തന്നെയല്ലേ? അതെ, അത് തന്നെ ബമ്പർ പ്രൈസ്. ഒന്ന് വെച്ച 2, 2 വെച്ച 4, അകത്ത് വെച്ച് 500, അകത്ത് വെച്ച് അടിച്ചു. ഹായ് സ്വപ്ന. ഹായ് മമ്മി. പപ്പ, ലണ്ടനിലെ കാർ ഓടിച്ചു മടുത്തു പോയി. ഇപ്പൊ എനിക്ക് കാറിൽ വരാൻ ഇഷ്ടമേ അല്ല. അതിരിക്കട്ടെ, ലണ്ടനിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഞാനും ഇവിടെ തന്നെ ഉള്ളതാ. ഇതിന്റെ പുറകിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഒരു ബീസിൽ അടിച്ചാൽ മതി, ഞാൻ ഇങ്ങ് വരും. ബലൂൺ ബലൂൺ ബലൂൺ. രണ്ട് മാസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. രാവിലെ 9 മണിക്ക് ഒരു ഗ്രൂപ്പ് വരും, വൈകുന്നേരം 6 മണിക്ക് വേറൊരു ഗ്രൂപ്പ് വന്നവർ പറഞ്ഞു വിടും. എന്ത് ചുറ്റുകളെയാണെന്ന് മനസ്സിലാവാത്ത. നിങ്ങളുടെ ആളുകളെ ഒതുക്കാൻ ഒരുത്തൻ ജനിക്കണ്ടടാ. അവൻ ജനിച്ചിട്ടുണ്ടടാ. അത് ഗുണ്ട ക്ലാസ്സാ. റോഡിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ ജീവിതവും ശ്രദ്ധയോടെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. മനസ്സിലായോ? എടാ ദ്രോഹികളെ, എന്താ നിങ്ങളുടെ സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് ഇങ്ങനെ വേണ്ടാതീനം കാണിക്കുന്നത്? ഇതെന്റെ അച്ഛന്റെ കാലം മുതൽ എന്റെ സ്ഥലമാ. ഞാനാ ഓണർ. പട്ടയവും കരമടച്ച രശീതും എല്ലാം ഉണ്ട്. പല കാര്യങ്ങൾക്കും ഞാൻ ഈ സ്ഥലമാ ഉദ്ദേശിക്കുന്നേ. ഓഹോ, നിങ്ങളാണ് ഓണർ. നിങ്ങൾ എപ്പോൾ വരുമെന്ന് ഞങ്ങൾ ഷിഫ്റ്റ് വെച്ച് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സാറിന് 2 മാസമായിട്ട് എന്ത് ചെലവാണെന്നറിയാമോ? ഡോ, ആരുടെ വീടിന് ആര് കാവലിരിക്കണമെന്ന് ഒരു ധാരണയില്ല നിങ്ങൾക്ക്. ഞങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒച്ചയെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ ഈ പെൺപിള്ളാരോട് ഞങ്ങളുടെ പിള്ളേരെ കബഡി കളിച്ച് തോപ്പിക്കാൻ പറയും. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ആ പെൺപിള്ളേരോട് എന്താ ചെയ്യുന്നത്? എന്താടാ ഇത്? മോനെ 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 മോനെ, ഈ അന്യായം കണ്ടോ? ഇതെന്റെ സ്ഥലമാ. എന്റെ 3 പെൺമക്കൾക്ക് വേണ്ടിയുള്ള സ്ഥലമാ മോനെ. ജീവ, മാഡം, നിങ്ങൾക്ക് അറിയില്ലേ മാഡം? നിങ്ങളുടെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്കും. ജീവ ഇവിടെ വാ, ഇവിടെ വാ. നമുക്ക് 2 കാറ് വാങ്ങാൻ വേണ്ടിട്ട് ബാങ്കിൽ ലോൺ സാങ്ഷൻ ചെയ്തെന്ന് മാനേജർ വിളിച്ച് പറഞ്ഞു. നീ നേരിട്ട് പോയൊരു നന്ദി പറയേ. എന്താ ജീവ, ഇപ്പൊ വന്നു സ്വപ്നത്തിൽ എന്റെ ദൈവമേ, സ്വപ്നത്തിലാണോ ഞാൻ ഫൈറ്റ് ചെയ്തേ? ആണോന്നാ? അയ്യോ, ശരിക്കും ഫൈറ്റ് ചെയ്താ ഞാൻ വിചാരിച്ച നശിപ്പിച്ചു. എന്താ അവിടെ നടക്കുന്നത്? കോംപ്രമൈസ് നടക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു നല്ല ഷർട്ടും കീറിക്കളഞ്ഞല്ലോടാ ജീവ. വീണ്ടും സ്വപ്നമോ? ഷർട്ടോ കീറിക്കളഞ്ഞു, പാന്റിനെങ്കിലും എങ്ങനെയെങ്കിലും എന്താ ഞാൻ നോക്കുന്നേ? നിങ്ങളുടെ കലാപരിപാടികൾ കാണുമായിരുന്നു. എന്ത് കലാപരിപാടി? അല്ലല്ല, നിങ്ങൾ കബഡി കളിക്കുന്ന കാണുമായിരുന്നു. ശരി ശരി, വാടാ, വാ വാ വാ, ഓടാ അങ്ങോട്ട്. സാർ, ഞാൻ ഓണറുടെ വക്കീൽ പ്രകാശനാണ് സംസാരിക്കുന്നത്. നമസ്കാരം സാർ. സാർ, ഞാൻ പുലികളെ ഒന്നും മടയിൽ പോയി കാണാറില്ല സാർ. ഞാൻ വളരെ ശ്രദ്ധയുള്ളവനാ സാർ. അതെ സാർ, നിങ്ങളൊരു പൊതുസ്ഥലം പറയൂ സാർ, അവിടെ വന്ന് സംസാരിക്കാം സാർ. എനിക്ക് ഒരുത്തനെയും പേടിയില്ല. ഹലോ ഹലോ ഹലോ, എന്തോ ഒരു പ്രകടനം നടക്കുന്നു, പിന്നെ വിളിക്കാം.
പോലെ ചെയ്യുന്നുണ്ടല്ലോ സാർ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആടിനെയും കോഴിനെയും കൊല്ലുന്ന പോലല്ലേ അന്യായമായ ഒരാളെ ബലി കഴിച്ചത്. എത്ര പെൺപിള്ളേരെന്നാ പറഞ്ഞത്? 3 പെൺപിള്ളേര്. പാവം, 9 കോടി സ്വത്തിന്റെ ആധാരത്തിലായി ഒപ്പുവെച്ചത്. ഇയാളെ വെറും കൈയോടെ അയക്കാൻ പറ്റുമോ? അയച്ചാൽ ആ പാവം പെൺപിള്ളേരെ വെറുതെ വിടുമോ? അതെ സാർ, പാവം. ഒരു 10 കൊടുത്താൽ മതിയോ? എന്റെ നാലവീസ് 10 ലക്ഷമാണോ തരാൻ പറയൂ സാർ. ശരി ശരി, കരയാതിരിക്കേ. തരുമല്ലോ തരുമല്ലോ. കൂൾ ഡൗൺ കൂൾ ഡൗൺ. എന്റെ ചിരിമായി മുമ്പേ പൊയ്ക്കോ. പറ്റിക്കുന്നത് പോലും കലാപരമായി തന്നെ ചെയ്യുന്നു സാർ. എടാ പങ്കു, നിനക്ക് ഈ ഓട്ടോയെ പറ്റി എല്ലാം അറിയാമോ? എന്തുവാണത്? ഞാൻ ഈ ഓട്ടോ ജനിച്ചവനാടാ. നിന്നേക്കാൾ എനിക്ക് ഓട്ടോയെ കുറിച്ച് 200% കൂടുതൽ അറിയാം. ബൈ ദ ബൈ, കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്നേക്കാൾ ഓവറായിട്ട് സംസാരിക്കുന്നവനാ. എന്തെങ്കിലും പറഞ്ഞു ജീവ 5 ലിറ്റർ പെട്രോൾ അടിച്ചു, 15 കിലോമീറ്റർ വണ്ടി ഓടിച്ചു, വീണ്ടും വണ്ടി എടുത്തപ്പോ പെട്രോൾ ഇല്ല. അമ്മയോട് ചോദിച്ചിട്ടാണെങ്കിൽ കാശ് തരുന്നില്ല. നീ പോയി ചോദിക്കേ. അയ്യോ, ഞാൻ എങ്ങനെ ചോദിക്കണം? നീ തന്നെ പോയി ചോദിക്കേ. പെട്രോൾ ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ല. 1 2 3. വിട്ടോടാ. ആക്സിലേറ്റർ നീ തന്നെയല്ല പഠിപ്പിച്ചത്. ശരി, ഓടാ അവിടുന്ന്. ജീവ, അവൻ വന്നിട്ട് ചോദിക്കേ. എന്തിനാ പങ്കു? സ്ട്രോങ് പ്രോബ്ലം. സ്വിച്ച് ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടായി. ഗിയർ ഇട്ടു, ഗിയർ വീണു. പക്ഷെ വണ്ടി പോവാകുന്നില്ല. എന്തായിരിക്കും? ഞാൻ നോക്കട്ടെ. നിനക്ക് ഓട്ടോയെ പറ്റി എന്തറിയാം? നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ നോക്കട്ടെ. ജീവ, ഹലോ. എല്ലാം കറക്റ്റാടാ. ഓട്ടൻ എനിക്ക് ലൂസാണെന്നാ. എടാ, എനിക്ക് ലൂസാണെന്നാ. എടാ, കണ്ണാടി തിരിച്ചു വെച്ചാൽ എങ്ങനെയാ ഓട്ടോ ഓടുന്നേ? നീ വലിയ പഠിത്തക്കാരൻ. നീ പറയുന്ന പോലെ തന്നെ ഞാൻ കേട്ടേക്കാം. പോരെ? സ്വിച്ച് ഇട്ടു, സ്റ്റാർട്ട് ചെയ്തു, ഗിയറിട്ടു. പോകില്ല ജീവാ. എന്ത് പറ്റി? എന്താ പ്രോബ്ലം? സ്റ്റെല്ല രാത്രി മുഴുവൻ കരയുമായിരുന്നു ഡോക്ടർ. എങ്ങനെ കരഞ്ഞു? ബൗ ബൗ എന്ന് കരഞ്ഞോ? ഇങ്ങനെ തന്നെയാ കരഞ്ഞത്. ഇങ്ങനെയാണോ കരഞ്ഞേ? ഇത് കന്നിമാസത്തിലെ സൗണ്ട്. ആഹാ, ഇതിന്റെ അമ്മ, അച്ഛൻ, അമ്മൂമ്മ, അപ്പൂപ്പൻ, വല്യമ്മൂമ്മ, വല്യപ്പൂപ്പൻ എല്ലാരും കന്നി ക്ലബ് മെമ്പേഴ്സ്. സ്റ്റെല്ല, നീ ഒരു A ക്ലാസ് നായ. അതുകൊണ്ട് ഇനി മുതൽ A ക്ലാസ് നായയുടെ കൂടെ മാത്രം ഡേറ്റിംഗ് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. നിനക്കല്ല. അയ്യോ, കണ്ണാടി എവിടെ വെച്ചു? ഇന്നലെ രാത്രി ബെഡ്റൂമിൽ തലേണയുടെ അടിയിൽ വെച്ചിരുന്നു. കണ്ടുപിടിച്ചു. സ്റ്റെല്ലയുടെ ഉഡ്ബിയുടെ പേര് ജീവ. ജീവയുടെ ഓണറുടെ പേര് മാത്തപ്പൻ. മദ്രാസില് മാത്തപ്പന്റെ അടുത്തും നിങ്ങളുടെ അടുത്തും മാത്രമേ ഇതുപോലെ ഹൈബ്രിഡ് ഡോഗ് ഉള്ളൂ. ഈ ജീവയുണ്ടല്ലോ, അവൻ വളരെ ഫെറോഷ്യസാ. സൂക്ഷിച്ചും കണ്ടും പെരുമാറണം. ഇല്ലെങ്കിൽ ചിലപ്പോ കടി കിട്ടും. കേട്ടോ? എന്നാ അഡ്രസ് പിടി, കൂട്ടിക്കൊണ്ടുപോ. കാരി ഓൺ. ഇനി പറ, നായയുടെ പേര്, ഓണറുടെ പേര്. മാത്തപ്പൻ. അത് തന്നെ. വിട്ടോ. വിട്ടോ. അയ്യോ ഡോക്ടർ, ഡോഗിന്റെ പേരാ മാത്തപ്പൻ, ഓണറുടെ പേരാ ജീവ. വിവരമുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ഡോഗിന് മാത്തപ്പൻ എന്ന് പേരിടുവോ? ജീവ. ഓട്ടോ വന്നു. പങ്കു, മൈ ഡിയർ ഷേർ, ഈ അഡ്രസ്സിലേക്ക് പോണേ. മാത്തപ്പൻ, ജീവ. ഇതിനെ പിടിക്ക്. എന്താ പുറകിലത്തെ അഡ്രസ് ചോദിക്കുന്നേ? സ്വപ്ന, നിനക്ക് ശരിക്കും അഡ്രസ് എവിടെന്ന് അറിയില്ലേ? അറിയില്ല പങ്കു. ലണ്ടന്റെ മുക്ക് മൂലം അറിയാം, ഇവിടെ അറിയില്ല. പങ്കു, എന്റെ ടൈം ശരിയായടാ. ഒരുപാട് ദൂരെയാ സ്വപ്ന. എന്തായാലും ഒരുപാട് പെട്രോൾ ചെലവാകും. ഒരു 500 രൂപ അഡ്വാൻസ്. പറ്റില്ല. എന്താ? ഞാനൊരു 1000 രൂപ തരും. സ്വപ്ന, LIC ഓർമ്മയുണ്ടോ? ഇത് റിപ്പൺ ബിൽഡിംഗ്, സെൻട്രൽ സ്റ്റേഷൻ, എക്മോർ. ഓ,
പറഞ്ഞ സ്ഥലം എത്തിപ്പോയി. വാ ഇറങ്ങ. പറയൂ കുട്ടി, എന്ത് വേണം? മാഡം, ഞാൻ ജീവയെ കാണാൻ വന്നത്. എന്തിനാ അവനെ കാണുന്നേ? അത് ഞാൻ മാത്തപ്പനോട് പറഞ്ഞോളാം. മാത്തപ്പന്റെ ഭാഷ നിനക്കറിയാവോ? ഹായ്. പറയൂ, ഡ്രൈവിംഗ് പഠിക്കാനാണോ വന്നത്? നോ, എനിക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ട്. ഞാൻ ഇതിനു വേണ്ടിയാ വന്നേ. ഹലോ, പേരെന്താ? സ്റ്റെല്ല. ഞാൻ ഇതിന്റെ പേരാ ചോദിച്ചത്. സ്വപ്ന. സ്വപ്ന, നൈസ് നെയിം ഇല്ലടാ? സൂപ്പറാണ്. ആട്ടെ, എന്തിനാ വന്നേ? എന്തിനാന്ന് വെച്ചാ അതിപ്പോ എന്തിനാന്നാ? എന്തിന്? അതിന് തന്നെ. അതിനെന്ന് വെച്ചാ ഈ ട്യൂബ് ലൈറ്റ് ശരിക്കും കത്തില്ലേ? സ്വിച്ച് ഇട്ടല്ലേ കത്തു. ആ സ്വിച്ച് ഇടടാ. ഇത് ട്യൂബ് ലൈറ്റിന്റെ അമ്മയാ. അതെ അതെ. എന്തിനാ വന്നേ? മറ്റേതിനാ. ഏയ്, എന്താടാ ഈ പറയുന്നേ? സ്ഥലം നോക്കാതെ വിവരക്കേട് പറയുന്നോ? ഒന്നുകളെ ഞാൻ. ഹലോ, എന്താ? ഡേറ്റിംഗാ? സ്റ്റെല്ല ജീവയുമായി മീറ്റിംഗ് ചെയ്യണം. അയ്യോ, പെണ്ണുങ്ങൾക്ക് പറയാൻ കൊള്ളാമോ ഇതൊക്കെ? അതും അമ്മയുടെ മുമ്പിൽ വെച്ച്. അമ്മ, അവള് പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലേ? വേഗം വീട്ടിലേക്ക് പോ. വേഗം പോ. അവസാനമായി ചോദിക്കാ, നീ വരുന്നോ ഇല്ലയോ? എന്താ സ്റ്റെല്ല അനാവശ്യം പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇറ്റ്സ് ടു മച്ച്. എന്റെ പേര് സ്റ്റെല്ല എന്നല്ല, ഇതാ സ്റ്റെല്ല. എന്റെ പേര് മാത്തപ്പൻ എന്നല്ല, ഇവന്റെ പേരാ മാത്തപ്പൻ. ഞാൻ ജീവ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ആട്ടെ, ഡേറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ? മാത്തപ്പന് സ്റ്റെല്ലയ്ക്ക് വേണോ അല്ലെങ്കിൽ? നോക്ക്. അമ്മയോടൊന്ന് തിരിഞ്ഞേ. ഫോക്കസ് ചെയ്ത് നോക്കുമ്പോ നീ പഴനിക്ക് പാൽക്കാവടി എടുത്താലും ഒരടി മുമ്പോട്ട് നീങ്ങത്തില്ല. എന്ത് വിലയാണപ്പോ? ഏയ്, എന്താടാ നീ നോക്കണ്ട, ഒന്നും നടക്കില്ലടാ. അതെ, സെയിം പ്രോബ്ലം സെയിം പ്ലേസിൽ നടക്കുന്ന എന്താന്നൊരു പിടിങ്ങി. എന്താ പ്രോബ്ലം? ഒന്ന് പോടാ. ജീവ, എല്ലാം അറിയാവുന്ന എനിക്ക് ഇതൊന്നും മാത്രം മനസ്സിലാക്കുന്നില്ല. സ്റ്റാർട്ട് ആകുന്നുണ്ട്, ഗീർ വീഴുന്നുണ്ട്, പക്ഷെ വണ്ടി മാത്രം മൂവ് ആകുന്നില്ല. കണ്ണാടിയൊക്കെ കറക്റ്റ് ആയിട്ടായിരിക്കും. നീ അന്ന് പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റാ. എന്താ ജീവ, നീ തന്നെ ആലോചിക്ക്. അന്ന് എന്റെ വണ്ടിയുടെ കണ്ണാടി തിരിച്ചു വെച്ചിട്ട് ഓടിക്കാൻ പറഞ്ഞപ്പോ അതിലൊരു ലോജിക് ഉണ്ടായിരുന്നു. വേറെ വണ്ടിയുടെ കണ്ണാടി തിരിച്ചു വെച്ചാൽ എന്റെ വണ്ടി എങ്ങനെ ഓടുന്നേ? അല്ലടാ, എന്തുവാടേ പറയുന്നത്? എന്റെ വണ്ടി എങ്ങനെ ഓടുന്ന പറയുന്നേ? ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്താടാ ജീവ, നീ പറഞ്ഞതുകൊണ്ട് മാത്രം സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ടായി, ഗീർ വിട്ടു, പോയില്ല ജീവ. ഓ